ഹുസൈൻ ഫാബ് ഇൻറ്റീരിയേഴ്സ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിച്ചൺ റെനോവേഷൻ വർക്കാണ്. ഇത് ചെയ്തിരിക്കുന്നത് പാലക്കാട് പുതുശ്ശേരിയിലാണ്. ഏകദേശം 10-50 വർഷം പഴക്കമുള്ള വീടാണ്. കിച്ചൺ ബ്രേക്കർ ഉപയോഗിച്ച് പൊട്ടിച്ച് ഇതായി കാണുന്ന ലെവലിലാക്കി അതിനുശേഷം ടൈലടക്കം ഫ്ലോറിങ് ടൈലടക്കം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഫ്ലോറിങ് ടൈലും മാറ്റി. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അലുമിനിയം സ്ട്രക്ചർ, അതായത് അലുമിനിയം 1.5 പൗഡർ കോട്ടിംഗ് ഫ്രെയിം ഉപയോഗിച്ചിട്ട് സ്ട്രക്ചർ ചെയ്തു. ഫ്രെയിം സ്ട്രക്ചറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിൽ വി ബോർഡാണ്. 10mm വി ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഗ്രാനൈറ്റും കോട്ട്സൊക്കെ കസ്റ്റമറെ വെക്കുക. ഇത് നമ്മൾ ഈ വി ബോർഡ് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ടൈല് വെക്കുമ്പോൾ സ്ട്രെങ്ത് ആയിരിക്കും. സ്ട്രെങ്ത് മീൻസ് പലരും അലുമിനിയത്തിൽ ഡയറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ഈ കാണുന്ന പോലെ ഈ ടോപ്പിൽ വി ബോർഡ് ഇടും. ഈ വി ബോർഡിന് മേലെ റോൾഡേറ്റോ ടിങ്കർ പേസ്റ്റോ സിലിക്കോണോ വെച്ചിട്ട് കോട്ട്സോ ഗ്രാനൈറ്റോ വെക്കുമ്പോൾ ഗ്രാനൈറ്റിന് ഒന്നുകൂടെ സ്ട്രെങ്ത് ആയിരിക്കും. സ്ട്രെങ്ത് മീൻസ് ഒരു ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു ബാലൻസ് ചെയ്യും. എന്താ വെച്ചാൽ ചാനലിൽ ഇരിക്കുന്ന ഡയറക്റ്റായിട്ട് ഇരിക്കുന്നതും അതുപോലെ തന്നെ വി ബോർഡ് ഇരിക്കുമ്പോഴും നമ്മുടെ ഒരു കൺസെപ്റ്റാണ് അഡ്വാൻറ്റേജ് ഇരിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു ചിന്താഗതി. ഇതുവരെയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല കാണാനും ക്വാളിറ്റി മറ്റേ അപേക്ഷിച്ചിട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സൈഡ് പുറകിൽ ഇതിൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ പുതിയൊരു കളറാണിത്. ക്രിസ്റ്റലിലെ ഷീറ്റിലെ PVC ലാമിനേറ്റ് ഷീറ്റിൽ പുതുതായിട്ട് നിലവിൽ അപ്ഡേറ്റ് ആയിട്ടൊരു കളറാണിത്. നല്ല ബെറ്ററായിട്ട് കാണാൻ ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് താഴത്ത് ഐവറി ഫ്ലോറിംഗ് ആണ്. പിസ്ത ഗ്രീൻ ഷീറ്റ് നമ്മൾ ബോട്ടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓവർ ഹെഡിൽ ഗ്ലാസ് എച്ചിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ വൈറ്റ് ലോഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ലോഫ്റ്റ് വരുന്നത് ഫുൾ വൈറ്റാണ്, വൈറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്സസറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 വയർ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലൊരു ബാസ്ക്കറ്റ് പ്ലെയിൻ ബാസ്ക്കറ്റും ഒരു കപ്പ് ആൻഡ് സോസർ, പിന്നെ അടിയിൽ കുറച്ച് വലിപ്പമുള്ളൊരു പ്ലെയിൻ ബാസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ടാൻഡം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്ലീക്കിൻ്റെ ടാൻഡം യൂണിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഷീറ്റ് കട്ട്ലറി, അതായത് കട്ട്ലറി ഒരു 3 ഫീറ്റുള്ള ഷീറ്റ് കട്ട്ലറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്ലേറ്റ് വെക്കാനുള്ള ടാൻഡം യൂണിറ്റ്, അതായത് ഒരു 1.5 ഹൈറ്റുള്ള നല്ല സ്പേസുള്ള, അതായത് ഇപ്പോൾ കുക്കർ ആയാലും അപ്പോൾ നമ്മൾ ഹോബിനോട് അടുത്തുള്ള ടാൻഡം യൂണിറ്റാണത്. അപ്പോൾ അതിൽ കുറച്ച് വലുതായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെയുള്ള കുക്കേഴ്സ്, പാൽ കുക്കർ അങ്ങനെ എന്തെങ്കിലും വെക്കുന്ന ഐറ്റം വെക്കാനുള്ള 1.5 ഹൈറ്റുള്ള ഒരു ടാൻഡം യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങളുടെ വർക്കിനെ കുറിച്ച് വെച്ചാൽ ഞങ്ങളുടെ വർക്കിൻ്റെ ഫിനിഷിങ് ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരുന്ന അക്സസറീസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഇതിൻ്റെ ഹിഞ്ചസ്. അത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസിങ്ങിൻ്റെ എപ്കോ ബ്രാൻഡിലുള്ള സോഫ്റ്റ് ക്ലോസിങ് ഹിഞ്ചസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ടാൻഡം വെച്ചിരിക്കുന്നത് സ്ലീക്കിൻ്റെ ബ്രാൻഡ് ടാൻഡമാണ്. പിന്നെ ഇതിൽ GTPT വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽസ് എല്ലാം അലുമിനിയം സ്റ്റീൽ കോട്ടിംഗ് പ്രൊഫൈലാണ്. മലബാർ സെക്ഷനിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ കോട്ടിംഗ് പ്രൊഫൈലാണ്. PVC ഷീറ്റാണ് വെച്ചാൽ ഡച്ചിൻ്റെ PVC ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ഷീറ്റ് ക്രിസ്റ്റൽ, എല്ലാത്തിനും ഒരേമാതിരി ഗ്യാരണ്ടി തരുന്നുണ്ട്. ഓരോ ഷീറ്റും ഒന്നിനോടും മെച്ചം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. അതേപോലെ തന്നെ ഈ മറ്റേ ഷീറ്റ് കട്ടിൽ വെച്ചിരിക്കുന്നത് ഷാഫ്കോ എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മൾ PVC ബോർഡാണ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നത്. ചെതൽ പിടിക്കുക, സ്മെല്ല് എന്നിവ വരാതിരിക്കാൻ PVC ബോർഡ് ആണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PVC ബോർഡ് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 0.5 തിക്നെസ് ഉള്ള ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഗ്ലാസ് ആണെങ്കിൽ ഒക്കെ എച്ചിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ ഹോബൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫിനിഷിങ് ഇതാണ്. അപ്പോൾ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാനോ ഇതുമായി ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ 8891771337. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.